കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വോട്ട് ചെയ്തത് ചട്ടവിരുദ്ധമായെന്ന ആരോപണവുമായി CPI നേതാവ് VS സുനിൽകുമാർ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വോട്ട് ചെയ്ത സുരേഷ് ഗോപി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് തിരുവനന്തപുരത്താണ്. സ്ഥിരതാമസം എന്ന് പറഞ്ഞാണ് നേരത്തെ തൃശൂരിൽ വോട്ട് ചേർത്തത്. ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയണമെന്നും VS സുനിൽകുമാർ തൃശൂരിൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഇത് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ ഞാൻ കൊടുത്ത പരാതി നിലനിൽക്കുന്നുണ്ട്. ഇവിടെ വ്യാജമായി നിരവധി വോട്ടുകൾ ചേർത്തി സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകൾ ഓർഡിനറി റെസിഡൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ 10,000-കണക്കിന് ആളുകളെ ചേർത്തിരുന്നത്. അക്കൂട്ടത്തിൽ സ്ഥാനാർത്ഥി ഇവിടെ വോട്ട് ചേർത്തത് നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മുക്കാട്ടുകര ഡിവിഷനിലാണ്. അതേ വ്യക്തി ഇവിടെ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മുക്കാട്ടുകര ഡിവിഷനിൽ വോട്ട് നിലനിൽക്കെ അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശാസ്തമംഗലം ഡിവിഷനിൽ വോട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ MP എന്ന നിലയിലും അദ്ദേഹം ഇലക്ഷൻ നിയമങ്ങളെ പരിപൂർണമായിട്ട് ലംഘിച്ചിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ കോൺഗ്രസ് നേതാവ് K മുരളീധരനും രംഗത്തെത്തി. തൃശൂരിലെ ജനങ്ങളെ ചതിച്ചതിന് സുരേഷ് ഗോപി മാപ്പ് പറയണമെന്ന് തൃശൂർ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റും പ്രതികരിച്ചു. സുരേഷ് ഗോപി ഇന്നലെ വോട്ട് ചെയ്തത് ഇവിടെ ശാസ്തമംഗലം വലിയ വിവാദമൊക്കെ ഉണ്ടായതാണ്. തൃശ്ശൂരിൽ അതേ വോട്ട് ചേർത്തത്. അപ്പോൾ അദ്ദേഹം അവിടെ സ്ഥിരം താമസക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ആദ്യം ചേർത്തത്. ഇതിൻ്റെ അകത്തൊരു അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോഴല്ല. ഇവിടെ വോട്ട് ചേർത്ത അന്ന് തന്നെ ഞാൻ പറഞ്ഞു തൃശ്ശൂർ സ്ഥിരതാമസക്കാരനെന്ന് പറഞ്ഞ് തൃശ്ശൂരിൽ വോട്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിലും എൻ്റെ വോട്ട് ഞാൻ വടകരയിൽ MP ആയിരുന്നപ്പോഴും ആ MP ആയിരിക്കുമ്പോൾ നടന്ന അസംബ്ലി, ലോക്കൽ ബോഡി, പിന്നീട് കഴിഞ്ഞ പാർലമെൻറ്റ്, ഈ മൂന്നിടത്തും ഞാൻ ഒരേ പോളിംഗ് സ്റ്റേഷനിൽ ഒരേ സ്ഥലത്താണ് ഞാൻ വോട്ട് ചെയ്തത്. അതാണ് ജനാധിപത്യത്തിൻ്റെ മര്യാദ. ഇത് പാർലമെൻറ്റിൽ ഒരു സ്ഥലത്ത് വോട്ട് ചെയ്യുക, അസംബ്ലിയിൽ വേറെ സ്ഥലത്ത് വോട്ട് ചെയ്യുക, കോർപ്പറേഷനിൽ വേറെ സ്ഥലത്ത് വോട്ട് ചെയ്യുക. ആ രീതി ശരിയല്ല. തൃശ്ശൂർ MP ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം തിരുവനന്തപുരം ശാസ്തമംഗലം സർക്കാർ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ ഉരച്ചു നോക്കാതെ തന്നെ ചെമ്പ് പുറത്ത് വന്നിരിക്കുകയാണ്. ഇത് തെരഞ്ഞെടുപ്പിനെ ഇവിടെ തൃശ്ശൂരിൽ മത്സരിക്കുന്ന സമയം ഞാൻ തൃശ്ശൂരാണ് താമസം, തൃശ്ശൂരാണ് വോട്ട് ചേർത്തിയിരിക്കുന്നത്, ഞാൻ തൃശ്ശൂർക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് വോട്ടർമാരെ സമീപിച്ചത്. ഇവിടെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നു. ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി ഒരു വോട്ടർക്ക് 2 സ്ഥലങ്ങളിൽ വോട്ടുണ്ടാകാൻ പാടില്ല. ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി ചേരുന്നു. സൂരജ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ വോട്ട് ചെയ്ത സുരേഷ് ഗോപി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ രാഷ്ട്രീയ എതിരാളികൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ ഈ സുരേഷ് ഗോപി ക്രമവിരുദ്ധമായാണ് വോട്ട് ചേർത്തതെന്ന് ആരോപിച്ച് കോൺഗ്രസും LDFും രംഗത്തെത്തിയിരുന്നു. അതിൽ VS സുനിൽകുമാർ അടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരാതിയുമായി സമീപിച്ചതാണ്. അന്ന് അവർ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം ഈ തൃശ്ശൂരിലെ സ്ഥിരതാമസക്കാരനല്ലാത്ത സുരേഷ് ഗോപിയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ചിലരുടെ വോട്ടുകളും ഈ ക്രമവിരുദ്ധമായി, അതായത് ഇവർ ഇവിടെ സ്ഥിരതാമസക്കാരാണെന്ന് കാണിച്ചുകൊണ്ട് അത് ചേർത്തുവെന്നും അത് തെറ്റായ കീഴ്വഴക്കമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടപടി സ്വീകരിക്കണം എന്നുള്ളതായിരുന്നു ഇവരുടെ പരാതിയിൽ ആവശ്യപ്പെട്ടത്. പക്ഷേ ഈ പരാതി പരിഗണിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷനാകട്ടെ അതിൽ ഒരു തുടർ നടപടിയും സ്വീകരിച്ചില്ല. പോലീസ് അടക്കം കോൺഗ്രസ് നൽകിയ പരാതിയിന്മേൽ കേസെടുക്കാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പരാതി അവസാനിപ്പിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇന്നലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തിരുവനന്തപുരത്തെ ശാസ്തമംഗലത്ത് വോട്ട് രേഖപ്പെടുത്തിയത്. ഇതാണ് ഇപ്പോൾ LDFും കോൺഗ്രസും ഒക്കെ രാഷ്ട്രീയ ആയുധമായും ആരോപണമായും ഉയർത്തിക്കാട്ടുന്നത്. അവർ പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ സ്ഥിരതാമസക്കാരനാണെന്ന് കാണിച്ച് വോട്ട് ചെയ്തയാൾക്ക് എങ്ങനെ ശാസ്തമംഗലത്ത് വോട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ശാസ്തമംഗലത്ത് വോട്ടുണ്ടായിരുന്ന ഒരാൾ താൻ സ്ഥിരതാമസക്കാരനാണ് തൃശ്ശൂരിൽ എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അടക്കം വോട്ട് ചെയ്ത് അത് ഈ ചട്ടവിരുദ്ധമായ ക്രമവിരുദ്ധമായ നടപടികളെ തുറന്നു കാട്ടുന്നതാണെന്ന് കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി നേരത്തെ വോട്ട് ചോരി ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ തൃശ്ശൂരിലും സമാനമായ സാഹചര്യമുണ്ടെന്ന് അന്ന് സുനിൽകുമാർ തന്നെ പറഞ്ഞിരുന്നു. ഈ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അന്നും ഉയർന്നതാണ്. അന്ന് BJP നേതാക്കളാകട്ടെ അവർ പറഞ്ഞത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക പുറത്തു വരട്ടെ, ആ
സമയത്ത് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വോട്ട് ചെയ്യും, അന്ന് അദ്ദേഹത്തിന്റെ പേര് ഇവിടെ ഉണ്ടാകും, അത് പരിശോധിച്ചതിന് ശേഷം മാത്രം പോരെ ഈ വോട്ട് ചോരി ആരോപണം എന്നുള്ളതായിരുന്നു BJP അന്ന് ഉയർത്തിയ വാദം. ആ വാദങ്ങൾ കൂടി കണ്ണിക്കുന്നതാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്നുണ്ടായ നടപടി. അദ്ദേഹം വോട്ട് ചെയ്തതിലൂടെ അത് കണ്ണിക്കപ്പെടുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ CPI ആകട്ടെ കോൺഗ്രസ് ആകട്ടെ അവർ ഉയർത്തിക്കാട്ടുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ ഒരു മറുപടി വേണം എന്ന് ഇരു കൂട്ടരും ഒരുപോലെ ആവശ്യപ്പെടുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വോട്ട് ചെയ്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് വോട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് അതിനെ ചോദ്യം ചെയ്താണ് ഇപ്പോൾ VS സുനിൽകുമാറും കോൺഗ്രസ് നേതാക്കളുമൊക്കെ രംഗത്തെത്തിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് തൃശൂരിൽ നിന്ന് സൂരജ് സജി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.